കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും പരിഗണിക്കും. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്താണ്? ഒപ്പം തന്നെ CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും നിലനിൽക്കുന്നുണ്ടല്ലോ. ഉന്മേഷ ക്രിസ്റ്റീന, കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരായ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ പുതിയ ഫോർമുല തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിലായിരുന്നു വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. പ്രധാനമായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നാണ് അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാന വാദമായി ഉന്നയിക്കുന്നത്. CBSE വിദ്യാർത്ഥികളുടെ അവകാശം കവരപ്പെടുന്നില്ല എന്ന കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നയപരമായ വിഷയത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികളുടെ നീതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ഹർജിയിൽ തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികളും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാകും സുപ്രീം കോടതിയിൽ ഹാജരാകുക. ഉന്മേഷ് ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.